ഇപ്പോ നാട് വിട്ടു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ഏത് പാതാളത്തിൽ ഒഴിച്ചാലും കേരളത്തിലെ പോലീസ് ഈ ക്രിമിനലിനെ പിടിക്കും, ജയിലടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്രയും ദിവസം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു ആരോപണം മാത്രമല്ലേ, ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. ഇപ്പോഴിതാ പരാതി കൊടുത്തിരിക്കുന്നു, അതിന്റെ FIR പുറത്തു വന്നിരിക്കുന്നു, പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞെട്ടിപ്പിക്കുന്ന സൗണ്ട് ബൈറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പരാതി കൊടുത്ത അതിജീവിതയുടെ കൂടെയാണോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയണം, അതിജീവിതയുടെ കൂടെയാണോ അല്ലെങ്കിൽ ഈ സൈക്കോപാത്ത് ക്രിമിനലിന്റെ കൂടെയാണോ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ഇപ്പൊ ചില നേതാക്കന്മാർ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില വാദങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ്, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നാണ് പറയുന്നത്. ഇത് 4 മാസം മുന്നേ ഉയർന്നു വന്ന കാര്യമാണ്. അതിനു മുന്നേയും ചില വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഗൗരവമായ ഡിജിറ്റൽ തെളിവുൾപ്പെടെ പുറത്തു വന്നിട്ടും അടൂർ പ്രകാശിനെ പോലെയുള്ള ജനപ്രതിനിധികൾ, ഈ കണ്ണൂരിന്റെ MP സുധാകരനെ പോലെയുള്ള ജനപ്രതിനിധികൾ എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക, ഈ ക്രിമിനൽ സംഘത്തിന്റെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ടീം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേതാക്കന്മാർ ഇവർക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സംഭവം ഉയർന്നു വന്നതിന് ശേഷം ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു വാർ റൂം പ്രവർത്തിക്കുന്നു എന്നാണ് അവർക്കിടയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ആ വാർ റൂമിന്റെ തലവനായി ഷാഫി ഇരിക്കുകയാണ്. എന്നിട്ട് രാഹുലിനെതിരായിട്ട് വരുന്ന അഭിപ്രായങ്ങൾ നോക്കും. VD സതീശൻ രാഹുലിനെതിരായി പറഞ്ഞോ, എന്നാ പിന്നെ സതീശനെയും വിടണ്ട, ചാമ്പിക്കോ എന്നാണ്. രാഹുലിനെതിരായിട്ട് ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും, ഏത് വനിതാ നേതാവ് പറഞ്ഞാലും അവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കോ എന്ന ആഹ്വാനമാണ് ഈ ഷാഫിയുടെ വാർ റൂം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തണം. ഇവർക്ക് ഇതിനുള്ള പണം എവിടുന്ന് കിട്ടുന്നു എന്ന് ആലോചിക്കണം. നേരത്തെ സാധാരണ നമ്മൾ പറയും, ഈ ഒരു ഉപമയാണ് മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത്. മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ്. അക്ഷരാർത്ഥത്തിൽ മരണ വീട്ടിൽ നിന്ന് പോക്കറ്റ് അടിച്ചവരാണ് യൂത്ത് കോൺഗ്രസുകാര്. വയനാട് ദുരന്തമുണ്ടായി, നിരവധി ആളുകൾ മരിച്ചു വീണ ആ മരണ വീട്ടിൽ പോയിട്ട് വലിയ പ്രഖ്യാപനം നടത്തി, ജനങ്ങളെ പറ്റിച്ച് പണം പിരിച്ചു. ഒരൊറ്റ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല, വീടിന്റെ പണം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. ബാംഗ്ലൂരിൽ കുറെ ആളുകളെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. അതിനെല്ലാമുള്ള പണം എവിടെയെന്ന് ചോദിച്ചാൽ ഇതാ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മുൻനിർത്തി പിരിച്ച പണമാണ് അടിച്ചു മാറ്റിയത് എന്ന് കോൺഗ്രസിലെ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്.